നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വിഴിഞ്ഞം അന്വേഷണത്തിൽ. വിഴിഞ്ഞം തുറമുഖ കരാർ വ്യവസ്ഥകളിൽ ജുഡീഷ്യൽ അന്വേഷണം പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി. CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അതീവ ഗൗരവമുള്ളത്. സർക്കാർ ഇക്കാര്യം സമഗ്രമായി പരിശോധിക്കും. വിഷയം ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പിണറായി. വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പിന് മാത്രം നേട്ടമുണ്ടാകുന്ന വിധത്തിലെന്ന CAG റിപ്പോർട്ടിലെ വിമർശനം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം. കരാർ കാലാവധി ദീർഘിപ്പിച്ചു നൽകിയത് നിർമ്മാണ കമ്പനിക്ക് അധിക ലാഭം ഉണ്ടാക്കാനെന്ന് ആക്ഷേപം. എന്നാൽ UDF സർക്കാരിന്റെ കാലത്തൊപ്പിട്ട കരാർ വ്യവസ്ഥകൾക്ക് വിധേയമായെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ കരാർ ഖജനാവിന് 5000 കോടിയിലധികം രൂപയുടെ നഷ്ടം വരുത്തുമെന്ന് CAG റിപ്പോർട്ട്. കരാർ കാലാവധി 10 വർഷം നീട്ടിയതിലൂടെ മാത്രം അദാനിക്ക് കൈവരുന്നത് 29,000 കോടിയുടെ അധിക വരുമാനം. UDF സർക്കാർ ഈ സർക്കാരിന് മേൽ ബാധ്യത അടിച്ചേൽപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി. ഉത്തരവ് മറികടക്കാൻ കേരളം. കന്നുകാലി കശാപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ കർശന നിലപാടുമായി കേരളം. കേന്ദ്ര വിജ്ഞാപനം മറികടക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചേക്കും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുമായി നാളെ വനം മന്ത്രിയുടെ കൂടിക്കാഴ്ച. ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ സർക്കാർ സൗകര്യമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ ഭക്ഷണക്രമം ഡൽഹിയിൽ നിന്നോ നാഗ്പൂരിൽ നിന്നോ അല്ല തീരുമാനിക്കേണ്ടതെന്ന് പിണറായി വിജയൻ. പ്രശ്നത്തിൽ പ്രത്യേക നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അശാന്തിയുടെ താഴ്വര. ഹിസ്ബുൾ ഭീകരൻ സബ്സർ അഹമ്മദ് ഭട്ടിന്റെ മരണത്തെ തുടർന്ന് കശ്മീരിൽ വ്യാപക സംഘർഷം. വിഘടനവാദി നേതാക്കൾ ആഹ്വാനം ചെയ്ത് 48 മണിക്കൂർ ഹർത്താൽ തുടരുന്നതിനിടെ സംഘർഷം ഒഴിവാക്കാൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് അധികൃതർ. ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിയന്ത്രണം. അതിനിടെ അതിർത്തി വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഒരു ഭീകരനെ സൈന്യം വധിച്ചു. നടപടി പൂഞ്ച് സെക്ടറിലെ കൃഷ്ണഘാട്ടി മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിനിടെ. ഇതോടെ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ എണ്ണം 11 ആയി. കശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ മുതലെടുത്ത് കൂടുതൽ ഭീകരർ നുഴഞ്ഞുകയറിയതായും വിവരം. ബുർഹാൻ വാനിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ ഹിസ്ബുൾ കമാൻഡർ സബ്സർ അഹമ്മദ് ഭട്ട് കൊല്ലപ്പെട്ടത് പുൽവാമ ജില്ലയിലെ ത്രാൽ സെക്ടറിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിനിടെ. ത്രാലിൽ സബ്സർ ഭട്ടിന്റെയും കൂട്ടാളികളുടെയും ഒളിത്താവളം സൈന്യം വളയുകയായിരുന്നു. ആശംസകളുമായി പ്രധാനമന്ത്രി. റംസാൻ മാസത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്. ഇന്ത്യയുടെ മതപരമായ വൈവിധ്യം അഭിമാനകരമെന്ന് നരേന്ദ്രമോദി. സർക്കാരിന്റെ 3 വർഷത്തെ പ്രവർത്തനത്തെ ആളുകൾ വിശദമായി വിലയിരുത്തുന്നതിൽ സന്തോഷമെന്നും ആരോഗ്യപരമായ വിമർശനങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും മോദി. അവസാനിക്കാത്ത പ്രതീക്ഷ. അസമിൽ പരിശീലന പറക്കലിനിടെ തകർന്നു വീണ വ്യോമസേനാ വിമാനത്തിലെ പൈലറ്റുമാർക്കായി തിരച്ചിൽ ഊർജിതം. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പൈലറ്റുമാരായ തിരുവനന്തപുരം സ്വദേശി അച്ചു ദേവിനെയും ചണ്ഡീഗഡ് സ്വദേശി ദിവേഷ് പങ്കജിനെയും കുറിച്ച് വിവരമില്ല. വ്യോമസേനയ്ക്കും കരസേനാംഗങ്ങൾക്കും പുറമെ തിരച്ചിലിന് അർദ്ധസൈനിക വിഭാഗവും. അപകടത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച സൈന്യം. മോശം കാലാവസ്ഥ 6 ദിവസമായി തുടരുന്ന തിരച്ചിലിനെ ബാധിച്ചതായി വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.